ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അഞ്ജുവിൻ്റെയും നിമ്മിയുടെയും സൗഹൃദത്തിൻ്റെയും സാഹസികതയുടെയും ഒരു അടിപൊളി കഥ കേട്ടാലോ. നദിക്കരയിലായിരുന്നു അഞ്ജുവും നിമ്മിയും താമസിച്ചിരുന്നത്. ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എപ്പോഴും ഒരുമിച്ചായിരുന്നു അവർ കളിക്കാറുള്ളത്. ഒരു ദിവസം വൈകുന്നേരം കാടിനോട് ചേർന്നിരിക്കുന്ന പാതയിലൂടെ നടക്കുമ്പോൾ അവർ ഒരു പ്രത്യേക ശബ്ദം കേട്ടു. എന്തായിരിക്കും അത്? അഞ്ജു ചിന്തിച്ചു. നിമ്മി പറഞ്ഞു, വാ നമുക്ക് പോയി നോക്കാം. അവരുടെ ഒറ്റപ്പാത കാടിനുള്ളിലേക്ക് പടരുകയായിരുന്നു. പക്ഷേ കുറച്ചു നേരം ചെന്നിട്ടും ആ ശബ്ദത്തിന്റെ ഉറവിടം അവർ കണ്ടെത്തിയില്ല. നമുക്ക് രണ്ടു വഴിക്ക് പോകാം. ആരാണ് ആദ്യം ശബ്ദത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതെന്ന് നോക്കാം, നിമ്മി പറഞ്ഞു. അഞ്ജു ഒന്ന് മടിച്ചു, പക്ഷേ ശേഷം സമ്മതിച്ചു. ശരി, പക്ഷേ കൂടുതൽ ഉള്ളിലേക്ക് പോകരുത്, അഞ്ജു പറഞ്ഞു. ഇരുവരും വ്യത്യസ്ത ദിശകളിലേക്ക് നടന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴത്തേക്കും രണ്ടുപേർക്കും വഴിതെറ്റി. ആകാശം ഇരുണ്ടു തുടങ്ങി. മഴ പെയ്യാൻ തുടങ്ങി. വഴിയിൽ പുഴയും വെള്ളച്ചാട്ടവും. അപ്പോഴാണ് അഞ്ജു ഒരു ആനയെ കാണുന്നത്. അഞ്ജുവിന് മനസ്സിലായി അവൾ നിമ്മിയും അപകടത്തിലാണ്. പെട്ടെന്ന് തന്നെ ഓടി ഒരു മരത്തിൽ കയറി അഞ്ജു. എന്നിട്ട് ഉറക്കെ വിളിച്ചു, നിമ്മി, നീ എവിടെയാ? നീ ഏതെങ്കിലും ഒരു മരത്തിൽ കയറി ഒരു അടയാളം പറ, ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് പേടിയാവുന്നു. പക്ഷെ മറുപടിയില്ല. എന്നാൽ അവൾ ഗ്രാമത്തിലേക്കുള്ള റോഡ് ദൂരെ കണ്ടു. അവൾ വേഗത്തിൽ ഇറങ്ങി. പക്ഷേ അവൾക്ക് പോകാൻ തോന്നിയില്ല നിമ്മിയെ കാണാതെ. വീണ്ടും ഒരു മരത്തിൽ വലിഞ്ഞു കയറി. ഒരു വൃക്ഷത്തിൽ പാമ്പിനെയും അവൾ കണ്ടു. പിന്നീട് ഉയരത്തിൽ നിന്നും നോക്കിയപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു. അതിനടുത്തായി ഒരു പാറക്കൂട്ടവും. പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു, അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കളിക്കാറുള്ള ആ പാറക്കൂട്ടങ്ങൾക്കിടത്തായിരുന്നു. അവൾ വേഗം തന്നെ മരത്തിൽ നിന്ന് ചാടിയിറങ്ങി ആ ദിശയിലേക്ക് ഓടി. മഴ കനത്തു. ഒടുവിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നനഞ്ഞു വിറച്ചു നിൽക്കുന്ന നിമ്മിയെ അവൾ കണ്ടു. ഞാൻ വന്നേ, അവൾ ഓടി കെട്ടിപ്പിടിച്ചു. ഞാൻ കരുതി നീ പോയി കാണുമെന്ന്, പക്ഷേ നീ തിരിച്ചു വന്നു. നീയാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്. അവർ ഇരുവരും അടുത്ത വലിയ വൃക്ഷത്തിലേക്ക് കയറി. അവിടെ നിന്ന് താഴെ നദിക്കരയും ഗ്രാമത്തിലേക്കുള്ള വഴിയും കാണാനുമായിരുന്നു. അവർ ഒടുവിൽ വീട്ടിലേക്ക് തിരിച്ചു. സത്യസന്ധമായ സുഹൃത്തുക്കൾ ഇരുട്ടിലും തെളിഞ്ഞു നിൽക്കുന്ന വെളിച്ചമാണ്. നിമ്മിയെയും അഞ്ജുവിനെയും പോലെ എപ്പോഴും പരസ്പരം സഹായിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. ഒരു സ്നേഹമുള്ള സുഹൃത്ത് ഓരോ ദിവസവും സന്തോഷകരമാക്കുന്നു. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.